വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിൻ, ആ പേരിങ്ങനെ ഓർമ്മയിൽ നിൽക്കാൻ കാരണം മറ്റൊന്നുമല്ല, നെയ്യാറ്റിൻകരയിലെ ഒരു വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഏറ്റവും മോശം പെരുമാറ്റം ഒരു വീട്ടമ്മയ്ക്ക് നേരെ നടത്തുകയും അതിനെ തുടർന്ന് ആ വീട്ടമ്മ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് നമുക്കറിയാം. വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അയാളെ തിരിച്ചെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. അയാളെ സംരക്ഷിക്കുന്ന നിലപാട് KPCC അധ്യക്ഷനടക്കം സ്വീകരിക്കുന്നത് പലവട്ടം നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ നീക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരും അവിടുത്തെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ വലിയ പ്രതിഷേധത്തിലാണ്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ഫ്രാങ്ക്ലിനെ സംരക്ഷിക്കുന്ന നിലപാട് ആവർത്തിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കളാണ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ ജോസ് ഫ്രാങ്ക്ലിൻ ഈ കേസിൽ മാത്രമല്ല ആരോപണ വിധേയനായി നിൽക്കുന്നത്. 2020 ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ഇയാൾ ആരോപണ വിധേയനായി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇയാൾക്കെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ വന്നപ്പോൾ KPCC തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായിരുന്നു. അവയവ മാഫിയയുമായിട്ടടക്കം ഇയാൾക്ക് ബന്ധമുണ്ട്, അതുകൊണ്ട് പാർട്ടിയിൽ ഇയാളെ അടുപ്പിക്കരുത്, പുറത്താക്കണം എന്നൊരു നിർദ്ദേശമായിരുന്നു ആ അന്വേഷണ കമ്മീഷൻ നൽകിയത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇയാൾ പാർട്ടിയിൽ, കോൺഗ്രസിൽ ഇങ്ങനെ തുടർച്ചയായി നേതാക്കളുടെ വിശ്വസ്തനായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയോ വീഡിയോകൾ പുറത്തു വന്നിരിക്കുന്നു. ഇയാൾ പലിശയുടെ പേരിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന എത്രയോ വീഡിയോകൾ നമ്മുടെ മുൻപിലേക്ക് പുറത്തു വന്നിരിക്കുന്നു. അതൊന്നും കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു വിഷയമേ ആകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കമലേഷ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഈ ഫ്രാങ്ക്ലിനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണെന്ന്. കമലേഷ്, ഇപ്പോൾ ജോസ് ഫ്രാങ്ക്ലിൻ ഇത്രയധികം കേസുകളിൽ ആരോപണ വിധേയനാണ്. ഏറ്റവും മോശപ്പെട്ട പെരുമാറ്റ രീതികളുടെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. അയാളെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിച്ചു പിടിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രതിഷേധം ഉയരുന്നുണ്ടോ? ആ പ്രതിഷേധത്തെ അവഗണിക്കാനാണോ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം? മനു, കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ജോസ് ഫ്രാങ്ക്ലിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർന്നു പോരുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു സംഘമായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ നിലവിലുള്ള കാര്യങ്ങളെല്ലാം വെച്ച് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു യുവതി, ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ ഇയാളുടെ പേര്, ജോസ് ഫ്രാങ്ക്ലിൻ്റെ പേരെഴുതി വെച്ച് തൻ്റെ മരണത്തിന് കാരണം ജോസ് ഫ്രാങ്ക്ലിൻ ആണ് എന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് തന്നെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് ഒരു സ്ത്രീക്ക് മരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ജോസ് ഫ്രാങ്ക്ലിൻ എന്ന DCCയുടെ ജനറൽ സെക്രട്ടറിയെ ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമലേഷ് അറിയാമല്ലോ, കമലേഷ് ഓർമ്മയുണ്ടല്ലോ ആ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ. നമുക്കത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ പരസ്യമായി വിളിച്ചു പറയാൻ കഴിയില്ല. ആ വീട്ടമ്മയ്ക്ക് അയാളിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ അവരത് തുറന്നെഴുതിയിട്ടുണ്ടായിരുന്നു ആ കത്തിൽ. അത് നമുക്ക് പറയാൻ കഴിയില്ല. അത്രമാത്രം മോശപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ഒരാളെയാണ് കോൺഗ്രസ് നേതൃത്വം സംരക്ഷിച്ചു പിടിക്കുന്നത്. മനു, തീർച്ചയായും അത് മാത്രമല്ല, ജോസ് ഫ്രാങ്ക്ലിൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്, ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ ആളുകളെ, ഈ സാധാരണ വീട്ടുകാരായിട്ടുള്ള സാധാരണ കുടുംബങ്ങളെ സമീപിക്കുകയും ലോൺ, പലതരത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ ഭാരവാഹിയാണ് ഇയാൾ. ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഭാരവാഹിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ സംഘങ്ങൾ വഴി പലർക്കും ലോൺ നൽകുകയും ആ ലോണിൻ്റെ തിരിച്ചടവ് മുടങ്ങുന്ന ഘട്ടത്തിൽ ആ വീട്ടിലെത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ സ്വത്തുവകകളെല്ലാം, ഭൂമിയും വീടും ഉൾപ്പെടെയുള്ള സ്വത്തുവകകളെല്ലാം തൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങുകയും ചെയ്യുന്ന നിലയിലേക്കുള്ളൊരു മാഫിയ പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജോസ് ഫ്രാങ്ക്ലിൻ നടത്തിയിട്ടുള്ളത്. ഒരു സ്ത്രീക്ക്, ഒരു വീട്ടമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. നേരത്തെ ഒരു സ്ത്രീ ഈ നിലയിൽ തന്നെ അവരുടെ കടം വീട്ടുന്നതിന് വേണ്ടി വൃക്ക ഉൾപ്പെടെ വിറ്റ് ഇയാൾക്ക് പൈസ കൊടുക്കുകയും അവർക്ക് പിന്നീട് അസുഖബാധിതയെ അവർക്ക് മരണപ്പെടുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. ഒരു സഹകരണ സംഘത്തിൽ 80 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ജോസ് ഫ്രാങ്ക്ലിൻ ഉൾപ്പെടുന്ന ഭരണസമിതി തട്ടിപ്പ് നടത്തുകയും അത് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തുകയും
അതിനാവശ്യമായ നടപടികൾ എടുക്കുകയും ഇവരിൽ നിന്ന് ഈ തുക ഈടാക്കാനുള്ള ഉത്തരവിറങ്ങുകയും ഒക്കെ ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ വളരെ കൃത്യമായ വിശദാംശങ്ങൾ, തെളിവുകൾ, രേഖകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ തട്ടിപ്പ് നടത്തിയത് തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ കത്ത് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ നിലയിൽ ജോസ് ഫ്രാങ്ക്ലിനെതിരെ സകല വിധത്തിലുള്ള തെളിവുകളും വളരെ നേരത്തെ തന്നെ കൈരളി ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും കോൺഗ്രസ് നേതൃത്വത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് പോലും ജോസ് ഫ്രാങ്ക്ലിനെ ചേർത്ത് പിടിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ പോലും, അതായത് ജോസ് ഫ്രാങ്ക്ലിൻ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ്, കൂടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളായ കൗൺസിലർമാർ പോലും ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുക്കുന്നതിനെതിരെ സണ്ണി ജോസഫിനെ കണ്ട്, കോൺഗ്രസിന്റെ നേതൃത്വത്തെ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, തിരിച്ചെടുക്കരുത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ സണ്ണി ജോസഫ് പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റ് ചില നേതാക്കളും തന്നെ വന്ന് സമീപിച്ചിരുന്നു. അത് ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജോസ് ഫ്രാങ്ക്ലിനെ ഇത്തരത്തിൽ പുറത്തു നിർത്തിയാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന അഭിപ്രായം ചില നേതാക്കൾ വന്ന് പറയുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയമാണ് ഇതിനെ, ഭരണമാണ് അല്ലെങ്കിൽ അധികാരമാണ് കോൺഗ്രസിന് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് വീണ്ടും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് സംരക്ഷിക്കാനുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത്. നെയ്യാറ്റിൻകരയിലൊക്കെ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. നിരവധി ഫ്ലക്സ് ബോർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ പ്രബലമായ ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് പക്ഷേ ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഏതെങ്കിലും വിധേന ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും കമലേഷ്, ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഒരു നിലവാരവും കോൺഗ്രസിന്റെ ഒരു രീതിയും അനുസരിച്ചാണെങ്കിൽ ഈ ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുക്കണം എന്ന് പറയുന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് തന്നെയായിരിക്കും പ്രാധാന്യമുണ്ടാവുക. നമ്മൾ കണ്ടതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്ന്. അവിടെ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ളത് എന്തെങ്കിലും സംസാരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും പറ്റുന്നുണ്ടോ? അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അയാളെ നിയമസഭ വരെ അനുഗമിച്ച നേമം ഷജീറിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിക്കൊണ്ടല്ലേ കോൺഗ്രസ് നേതൃത്വം അഭിനന്ദനം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. മനു, കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, പലതരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ വന്നിട്ടുള്ള കേസുകൾ വന്നിട്ടുള്ള പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ സജീവ നേതൃത്വത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര MLA-മാർ ഈ തരത്തിൽ ജയിലിൽ ഉൾപ്പെടെ, അതായത് ലൈംഗിക പീഡന ആരോപണം നേരിടുകയും കേസിന്റെ ഭാഗമായി ജയിലിൽ ഉൾപ്പെടെ കിടന്നിട്ടുള്ള നേതാക്കൾ കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ അവരൊക്കെ ഇപ്പോഴും കൃത്യമായ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്കെതിരെ ഒന്നും മാതൃകാപരമായ ഒരു നടപടിയും സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയുന്ന ഒരു പാർട്ടിയുമല്ല കോൺഗ്രസ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. സ്വാഭാവികമായും മനു സൂചിപ്പിച്ചത് തന്നെയാണ് ഇക്കാര്യത്തിലും നടക്കാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റ് മാനവിക മൂല്യങ്ങൾക്കൊന്നും ഒരു വിലയും കോൺഗ്രസ് കൽപ്പിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോസ് ഫ്രാങ്ക്ലിൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ, അവരെ ചേർത്ത് നിർത്താനുള്ള നീക്കത്തിലേക്ക് തന്നെയായിരിക്കും, ഇടപെടലിലേക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് പോവുക. അതേസമയം കോൺഗ്രസിനകത്ത് തന്നെ ജോസ് ഫ്രാങ്ക്ലിനെതിരെ, കോൺഗ്രസിൻ്റെ ഈ നിലപാടുകൾക്കെതിരെ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ഉറച്ചു പറയുന്നത് ഇത്തരം ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ആളുകളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കരുത്, നടപടിയെടുക്കണമെന്നുള്ളതാണ്. നേരത്തെ തുടക്കത്തിൽ മനു സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ MA വാഹിദ് ചെയർമാനായിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷൻ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഈ ഒരു സ്ത്രീക്ക് വൃക്ക ഉൾപ്പെടെ വിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായി, അതിൻ്റെ ഭാഗമായി അവർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. MA വാഹിദ് ചെയർമാനായിട്ടുള്ള അന്വേഷണ കമ്മീഷൻ, ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ജോസ് ഫ്രാങ്ക്ലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ളതാണ്. ഇതിൽ ജോസ് ഫ്രാങ്ക്ലിൻ കുറ്റക്കാരനാണ്, അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അദ്ദേഹത്തെ നിലനിർത്തരുത് എന്ന റിപ്പോർട്ട് ഈ അന്വേഷണ കമ്മീഷൻ പാർട്ടി നേതൃത്വത്തിന് നൽകി. പക്ഷേ ആ റിപ്പോർട്ട് ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഒരു നടപടി എന്തെങ്കിലും വന്നതായും നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായും അത്തരം നിലപാടുകൾ തന്നെയാണ്. പ്രഹസനം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ചെയ്യുകയും അതിനൊരു ഫലമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ഇത്തരം ആളുകളെയെല്ലാം തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നിലപാടാണ് എല്ലാ കാലത്തും, കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മാറിയൊരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയും എന്ന് ഇപ്പോഴും നമുക്ക് കരുതാനാവില്ല മനു.
ശരി, ഓക്കെ, താങ്ക് യു കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ജോസ് ഫ്രാങ്കളിനെ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാദേശികമായി കുറച്ച് കോൺഗ്രസ് നേതാക്കളും മറ്റും പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല സംസ്ഥാന നേതൃത്വം എന്നതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്.